ഹലോ ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. എല്ലാവരും ചിക്കൻ, മട്ടൺ, ബീഫ് ഇതെല്ലാം കൊണ്ടാണ് സ്നാക്സ് ഉണ്ടാക്കുക. നമുക്ക് ഇന്ന് ഇഫ്താറിനൊന്ന് മാറ്റി പഠിക്കാം. നല്ല പച്ച അയില കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ടൊരു ഐറ്റം തയ്യാറാക്കാം. നന്നാക്കി കഴുകി വൃത്തിയാക്കി അയില കറി ഉണ്ടാക്കി വേവിച്ചെടുക്കാം. ഒരു ചെമ്പട്ടിയിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്, വെള്ളവും ഒഴിച്ച് കലക്കി ഇതിലേക്ക് അയില ഇട്ട് കൊടുക്കാം. ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇതാ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് മുള്ള മാറ്റി നമുക്ക് മാംസം മാത്രമാക്കി എടുക്കണം. ഇനി ഒരു ബൗളിലേക്ക് 3 കയ്യിൽ മൈദ ഇട്ടുകൊടുക്കുക, 1/4 ടീസ്പൂൺ ഉപ്പിട്ടുകൊടുക്കുക, പിന്നെ കുറച്ച് വെള്ളവും ഒഴിച്ച് കുഴച്ചെടുക്കുക. കുറച്ച് വെളിച്ചെണ്ണ തടവി നല്ലവണ്ണം കുഴച്ച് ചെറിയ ചെറിയ ഉരുളയാക്കി ഇതുപോലെ അങ്ങ് മാറ്റി വയ്ക്കാം. ഇനി മസാല തയ്യാറാക്കാം. ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. 2 സവാള ചെറുതായി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുക. 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക. 1/4 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്ത് ഇനിയാണ് നമ്മുടെ അയില ഇട്ട് കൊടുത്ത് എല്ലാം ഒന്ന് ചിക്കിയെടുക്കുക. 1 ടീസ്പൂൺ സുർക്ക ഒഴിച്ചു കൊടുക്കുക. 1/2 ടീസ്പൂൺ ചിക്കൻ മസാല, 1/2 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുത്ത് ഇളക്കി കൊടുക്കുക. 1 ടീസ്പൂൺ പച്ചമുളക് അരിഞ്ഞതും ചേർക്കുക. കുറച്ച് കറിവേപ്പില അരിഞ്ഞതും ഇട്ട് ചിക്കിയെടുത്താൽ മസാല ഇവിടെ റെഡിയായി. ഇനി പ്രസ് എടുത്ത് മൈദാമാവ് ഒന്ന് പരത്തി അതിലേക്ക് മസാല കുറേശ്ശെ വെച്ച് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കാം. ഇതുപോലെ എല്ലാം ചെയ്തെടുക്കണേ. ഇനി ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഓരോന്നും ഇട്ട് കൊടുക്കുക. ഒരു ഭാഗം ഫ്രൈ ആയാൽ മറിച്ചിട്ട് മറ്റേ ഭാഗവും ഫ്രൈ ചെയ്തെടുക്കുക. എല്ലാം ഫ്രൈ ആയിട്ടുണ്ട്. ഗോൾഡൻ നിറമായാൽ ഇനി കോരി മാറ്റാം. അയില കൊണ്ടുള്ള സ്നാക്സ് റെഡിയായി. നിങ്ങൾ ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കുക. നല്ല ടേസ്റ്റാണ് കേട്ടോ, ചൂടോടുകൂടി കട്ടൻ ചായക്കൊപ്പം കഴിക്കാൻ. വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയറും ചെയ്യുക.